നമുക്ക് കോട്ടോടുകൂടി തുടങ്ങാം. ഇന്നത്തെ കോട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വായിച്ചിരുന്നോ? ആരൊക്കെ വായിച്ചിട്ടുണ്ടായി? എന്താണ്? ആസ് യു ഗെയിൻ എക്സ്പീരിയൻസ് ഇൻ ട്രേഡിംഗ് യുവർ റൂൾസ് ഗ്രാജുവലി ഇവോൾവ് ഇൻ ടു യുവർ ഓട്ടോമാറ്റിക് ബിഹേവിയർ. എന്തായിരിക്കും ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ? പെട്ടെന്നൊന്ന് പറഞ്ഞു. വളരെ സിമ്പിളായ ഒരു കോട്ട്. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം പോലെ തോന്നി. ഡ്രൈവ് ചെയ്യുമ്പോ നമ്മള് ആദ്യം ഇപ്പൊ ക്ലച്ച് എവിടെയാണ്, ബ്രേക്ക് എവിടെയാണ്, ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും. പിന്നെ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് വണ്ടി വരും. അർത്ഥാണ് എനിക്ക് മനസ്സിലായത്. എക്സാമ്പിള് പിക്ക് ചെയ്തു അത് കണ്ടപ്പോ. അർത്ഥം ഒന്ന് പറയും. എക്സാമ്പിൾ അല്ലാണ്ട് അർത്ഥം വേറെ ആരെങ്കിലും പറയും. എന്നാലും പറയണം. ട്രേഡിങ്ങിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ബിഹേവിയർ തന്നെത്താനെ ചേഞ്ച് ആയി വരും. നിങ്ങളെ ട്രേഡിങ്ങിനെ എങ്ങനെയാണോ ചെയ്യുന്നത് അതല്ല അർത്ഥമല്ല. ഞാൻ പറഞ്ഞുതരാം. വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. വേറെ അർത്ഥമല്ല, ഐ മീൻ പറഞ്ഞ അതല്ല. അജ്മൽ എന്ന് പറയും. അജ്മൽ ഇതുവരെ സംസാരിച്ചിട്ടില്ലോ. അജ്മൽ നാസർ പറയും. നമുക്ക് ട്രേഡിങ്ങിൽ എത്രത്തോളം എക്സ്പീരിയൻസ് ആവുന്നോ അതിനനുസരിച്ചിട്ട് നമ്മുടെ റൂൾസ് ഫോളോ ചെയ്ത് എത്രത്തോളം എക്സ്പീരിയൻസ് ആവുന്നു അത്രത്തോളം ആ റൂൾസ് നമ്മുടെ ട്രേഡിങ്ങിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതല്ല കാണുന്നത് വളരെ സിമ്പിൾ ആണത് കേട്ടോ. പറഞ്ഞ അർത്ഥമല്ല. ഇനി ആരാണ് പറയാനുള്ളത്? ഫഹദ് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞ? ട്രേഡിങ്ങില് എക്സ്പീരിയൻസ് കൂടുമ്പോ നമ്മള് ക്രമേണ നമ്മള് നിയമങ്ങളും മാറ്റപ്പെടുന്നില്ല. അതുമല്ല. ആൽവിൻ ഒന്ന് പറഞ്ഞേ. നമ്മൾ ട്രേഡിങ്ങില് എക്സ്പീരിയൻസ് ആവും തോറും നമ്മുടെ ചിന്താഗതികളിലും പെരുമാറ്റത്തിലും ഒക്കെ അതിന്റെ ഒരു എന്താ പറയാ റിഫ്ലക്ഷൻ വരും. ഓക്കെ, ആക്ച്വലി അതാണ് എന്ന് വെച്ചാൽ ആസ് യു ഗെയിൻ എക്സ്പീരിയൻസ് ഇൻ ട്രേഡിംഗ് യുവർ റൂൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിയമങ്ങൾ ഗ്രാജുവലി പതിയെ ഇവോൾവ് ഇൻ ടു യുവർ ഓട്ടോമാറ്റിക് ബിഹേവിയർ. എന്ന് വെച്ചാൽ ട്രേഡിങ്ങിൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന ഡിസിപ്ലിന്, പേഷ്യൻസ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഗ്രാജുവലി നിങ്ങളുടെ ലൈഫിലേക്കും വന്നു മാറും. നിങ്ങൾ പറഞ്ഞതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളൂ. അത് പിക്ക് ചെയ്തതിൽ ഐ മീൻ നിങ്ങളുടെ വായിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. എന്താണ് ട്രേഡിംഗ് എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന റൂൾസ് എന്താണ്? പ്രധാനപ്പെട്ട റൂൾസ് എന്താണ്? നിങ്ങൾക്ക് ഡിസിപ്ലിൻ, പേഷ്യൻസ്, പിന്നെ റിസ്ക് റിവാർഡ്, മണി മാനേജ്മെന്റ്, ഇതെല്ലാം നമുക്ക് എടുക്കുന്നുണ്ട്. അതെല്ലാം എന്താവും? നിങ്ങളുടെ ലൈഫിലും ഗ്രാജുവലി എന്തായിക്കൊണ്ടിരിക്കും? എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കും. ആൽവിൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ നിങ്ങൾ പിക്ക് ചെയ്തതിന്റെ പ്രോബ്ലമാണ്, അത് വായിച്ചതിന്റെ പ്രോബ്ലമാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ട്രേഡിംഗിൽ എക്സ്പീരിയൻസ് നേടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടായിരിക്കും? ആൽവിന് തന്നെ ഒരു ഉദാഹരണമുണ്ട്. കാരണം എക്സ്പീരിയൻസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഡേ ബൈ ഡേ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമ്മുടെ റൂൾസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങും ട്രേഡിംഗിൽ, ഇല്ലേ ആൽവിൻ? ചെയ്യില്ലേ? അതെ തുടങ്ങിയിട്ടുണ്ട്. അതെന്തോ അത് ഓട്ടോമാറ്റിക്കലി ഒന്ന് ആൽവിൻ നോക്കിക്കോളൂ. അതിന്റെ റിഫ്ലക്ഷൻ വെച്ചാൽ അതിന്റെ പ്രതിഫലനം ആൽവിന്റെ ലൈഫിലേക്ക്, ഐ മീൻ ഇപ്പൊ ആൽവിന് അപ്പുറത്ത് ഔട്ട് ഓഫ് ട്രേഡിങ്ങിന് ഒരു ലൈഫ് ഉണ്ടല്ലോ, ആ ലൈഫിലേക്കും പതിയെ എന്തായിരിക്കും? ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ? മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ? മാറ്റങ്ങള് ഞാനിപ്പോ അധികം വീക്ഷിക്കണില്ല. കാരണം ഇപ്പോഴും ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റത്തിന്റെ പാതയിലാണ്. ഞാൻ മാറി എന്ന് ഞാൻ പറയണല്ലോ. ഇപ്പൊ ഞാൻ മാറ്റത്തിന്റെ പാതയിലാണ്. ഓക്കെ, അപ്പോ ഇതാണ്, ഇത്രയേ ഉള്ളൂ ഇതിന്റെ അർത്ഥം. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം? ട്രേഡിംഗിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ റൂൾസുകളിലും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളിലേക്ക് മാറ്റം വരും. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ മാറ്റം വരും. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ആൽവിൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ, ഇന്നിപ്പോ ഗ്രൂപ്പിൽ കമന്റ് ഇട്ടു, ഇത്രയേ ഉള്ളൂ ട്രേഡിംഗ്. ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരും. റൈറ്റ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് പേഷ്യൻസോട് കൂടി കാത്തിരിക്കുക എന്നുള്ള മെത്തേഡിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ എന്തുണ്ടായിരിക്കും? നിങ്ങളുടെ ലൈഫിൽ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കാനുള്ള ഒരു പേഷ്യൻസ് വരും. മനസ്സിലുള്ള പല ചിന്തകളെയും നിങ്ങൾ എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ അടിച്ചമർത്തും. പൊന്തി വരുന്ന ചിന്തകളൊക്കെ അടിച്ചമർത്തും. കാരണം എന്താണ്? നമ്മുടെ റിസൾട്ട്, നമ്മുടെ ഫോക്കസ് എന്താണ്? പേഷ്യൻസോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ സമയത്തും നമുക്ക് അഗേൻസ്റ്റ് വരുന്ന, ഇപ്പൊ നമുക്ക് എനിമീസ് എന്ന് പറയുന്ന ഇമോഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും? അണ്ടർലൈൻ ചെയ്തിട്ട് പറയും, ഇതിനെ ഞാൻ നേരിടുന്നത് പേഷ്യൻസ് കൊണ്ടായിരിക്കണം. അങ്ങനെ അതിങ്ങനെ വന്ന് വരുമ്പോ എന്തായിരിക്കും? നിങ്ങൾ പേഷ്യൻസിൽ എന്തായിരിക്കും? ഫോക്കസ്ഡ് ആവും. സോ അത് നിങ്ങളുടെ ലൈഫിലും ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ
നിങ്ങൾ 10 ദിവസം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 11ാമത്തെ ദിവസം എന്തായിരിക്കും, ആ പെയിൻ ഉണ്ടാവും നിങ്ങൾക്ക്, നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന പെയിൻ ഉണ്ടാവും. ആദ്യം ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആ പെയിൻ എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഓപ്പോസിറ്റ് എനിമീസ് ആയിട്ട് വരുന്ന ഇമോഷൻസ് ഒരു പെയിൻ ആണ് ആക്ച്വലി. പിന്നെ ഒരു 10 ദിവസം 15 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. എന്തിന്റെ പവർ? ആ എനിമീസിന്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അതെങ്ങനെ പവർ കുറയുന്നു? നിങ്ങൾ ഓൾറെഡി അത് റുട്ടീനാക്കി. എന്ത്? അതിന്റെ പോസിറ്റീവ് സൈഡ് ഓൾറെഡി റൂട്ടീനാക്കിക്കൊണ്ട് എന്തായി, ഓപ്പോസിറ്റ് വരുന്ന എനിമീസ് എന്തായി, വീക്കായി തുടങ്ങി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടോ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് ഡേ എവരി വൺ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് ഡേ എവരി വൺ. എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകൾക്കൊക്കെ ലേണിംഗ് ഡേ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എക്സ്പെഷ്യലി കുറച്ച് ആളുകൾ ഞാൻ കണ്ടത് ഗ്രൂപ്പിലെ കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായിരുന്നു അവർ പേഷ്യൻസോട് കൂടി, പേഷ്യൻസ് ചില സമയത്ത് പേഷ്യൻസ് ബ്രേക്ക് ചെയ്യുന്ന കണ്ടു, എന്നാൽ പോലും ഒരു വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രവണത സ്റ്റാർട്ട് ചെയ്ത് കണ്ടു. സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ പറഞ്ഞു കേട്ടോ, അതിന്റെ ഒരു ഒപ്റ്റിമൽ ലെവലിൽ അല്ലെങ്കിൽ എക്സ്ട്രീം ലെവലിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന ലെവലിൽ ഞാൻ കണ്ടു. വെരി ഗുഡ്. നല്ല രീതിയിലാണ് അങ്ങനെ ചെയ്യുന്നത്, നല്ലതാണ്. എനിക്ക് മനസ്സിലാക്കിയത് അവരിൽ നിന്ന് മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ അവർ കൂടുതൽ നമ്മുടെ മോർണിംഗ് അനാലിസിസിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നി. അപ്പൊ നമുക്ക് മോർണിംഗ് അനാലിസിസിലേക്ക് പോവാം. മോർണിംഗ് അനാലിസിസ് കണ്ടിട്ട് എന്ത് തോന്നി? ഏരിയയിൽ നിന്ന് നല്ലൊരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ഫോളോ അപ്പ് ക്യാൻഡിൽസ് കിട്ടിയില്ല. ജസ്റ്റ് ഒന്ന് മേളിലേക്ക് തിരിച്ചു കയറിയിട്ടാണ് താഴേക്ക് ഇറങ്ങിയത്. പറഞ്ഞ ഏരിയയിൽ നിന്ന് ക്യാൻഡിൽസ് വന്നിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണ്. പറഞ്ഞ ഏരിയയിൽ നിന്ന് ക്യാൻഡിൽസ് ഇവിടെ നിന്ന് ക്യാൻഡിൽസ് താഴോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മുകളിലേക്ക് കയറിപ്പോയി. ആ മുകളിലേക്ക് കയറിപ്പോയ ഇടത്ത് നിന്ന് ഇപ്പോഴും നമ്മളെന്താണ്, സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടോ? ഇല്ല. ഇതിന് മുമ്പത്തെ ഒരു ട്രേഡാണ് ഞാൻ ഉദ്ദേശിച്ചത് സാറേ. ആദ്യത്തെ സിംഗില്ലേ, ഏത്? ഇതോ? മോർണിംഗ് അനാലിസിസ് പറഞ്ഞ ഓക്കെ, ഇത് 4 ഹവറിന്റെ ചാർട്ടാണല്ലോ. ഓക്കെ, 1 ഹവറിന്റെ ചാർട്ടാണ്. സോറി, 1 ഹവറിന്റെ ചാർട്ടാണ്. ഞാൻ 50 മിനിറ്റ്സിലോട്ട് പോവാം. നമ്മൾ 50 മിനിറ്റ്സിലോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നു അല്ലെ? ഈ ഒരു ഏരിയയിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇവിടെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായത്. ഇവിടെ നിന്ന് കുറച്ച് ചിലപ്പോൾ മുകളിലോട്ട് പോവാം, മുകളിലോട്ട് പോയിട്ട് താഴോട്ടേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ മുകളിലോട്ട് പോവാന്നുള്ളത് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? അതെ. നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിൽ നിന്ന് താഴേക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ റീടെസ്റ്റ് വന്നിട്ട് മേളിലേക്ക് അപ്സൈഡ് തന്നെ പോകാൻ ചാൻസ്. അതെ, റീടെസ്റ്റ് വന്നിട്ട് ഒരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീടെസ്റ്റ് തന്നിട്ട് എവിടേക്ക് റീടെസ്റ്റ് പറയേണ്ടത്? ഈ ഒരു ഏരിയയിലേക്കാണ് റീടെസ്റ്റ് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞത് അല്ലെ? ഈ ഏരിയയിലേക്കാണ് റീടെസ്റ്റ് വന്നതെന്ന് പറഞ്ഞത്. അത് ബ്രേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടേക്ക് വരട്ടെ. ഇവിടേക്ക് വന്നിട്ട് എങ്ങനെയാണ് ക്യാൻഡിൽ കൺഫർമേഷൻ നോക്കട്ടെ. അപ്പൊ ക്യാൻഡിൽ കൺഫർമേഷൻ വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, അത് തീരുമാനിക്കാം. ഒരു പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ഇന്നൊരു സൂപ്പർ കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആയിരുന്നു. ഇവിടെയായിരുന്നു അനാലിസിസ് നോക്കിയാൽ കാണാത്ത എന്താണ്, ഭയങ്കര കൺസോൾട്ടേഷൻ ആയിരുന്നു അല്ലെ? ഭയങ്കര കൺസോൾട്ടേഷൻ ആണ്. ഒരു മൂവ്മെന്റ് കിട്ടിയത് ഇവിടെയായിരുന്നു. ആ മൂവ്മെന്റിന് എന്തായിരുന്നു, എത്ര തവണ ഓപ്പോസിറ്റ് ക്യാൻഡിൽസ് വന്നിട്ടുണ്ടെന്നുള്ളത് നോക്കിയാൽ അറിയാം. ഒരുപാട് തവണ, ഇപ്പൊ തന്നെ ഒരുപാട് തവണ ഓപ്പോസിറ്റ് ക്യാൻഡിൽസ് വന്നത്. ഇപ്പൊ അടുത്ത ക്യാൻഡിൽ ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ആ മൂവ്മെന്റിന് ഓപ്പോസിറ്റ് ക്യാൻഡിൽസും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം കൺസോൾട്ടേഷൻ എന്നുള്ള രീതിയിലാണ് ഇന്നും നിൽക്കുന്നത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നല്ലൊരു ന്യൂസ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. നാളത്തെ ഡീറ്റെയിലിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ന്യൂസ് അഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഞാനിന്ന് കൂടുതലായിട്ട് ഇപ്പൊ എന്താണ്, നമുക്ക് പറഞ്ഞ അനാലിസിസുമായിട്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. മാർക്കറ്റ് നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. പറഞ്ഞ റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് എന്തായിട്ടുള്ളത് വർക്ക് ആയിട്ടുള്ളൂ. മാർക്കറ്റിന് എന്താ, നമുക്കൊരു എൻട്രി എന്ന് പറയുന്നത് ഈ ഏരിയക്ക് വരുന്ന സമയത്ത് തന്നെയായിരുന്നു എൻട്രി പറഞ്ഞത്. പക്ഷെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ട്രേഡിൽ ഹിറ്റ് ആയിട്ടില്ല. പക്ഷെ ചിലർ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ വെക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഹിറ്റ് ആവാനും സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ എല്ലാ ദിവസവും നമുക്ക് ട്രേഡ് കിട്ടണം എന്നില്ല, കിട്ടാത്ത ദിവസങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ദിവസത്തെ ആക്ച്വലി എന്ത് പറയാം, നമ്മുടെ അനാലിസിസ് എന്നുള്ളത് ഫെയിലർ ആയിട്ടാണ് കൂട്ടേണ്ടത്. അനാലിസിസ് എന്നുള്ളത് ഫെയിലർ ആയിട്ട് കൂട്ടണോ സക്സസ് ആയിട്ട് കൂട്ടണോ എന്നുള്ളത്. കാരണം റേഞ്ചും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു. റേഞ്ചും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂസിന്റെ ഒരു പ്രൊഡിക്ഷൻ കൂടെ സാറായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറൻസിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടു. കറൻസിക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അടുത്ത തവണ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ന്യൂസിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ഫുൾ ക്ലാസ് ഞാൻ വെക്കുന്നുണ്ട്. ഒരു വീഡിയോ തന്നെ വരും. ചിലപ്പോൾ 2 or 3 പാർട്സ് ആയിട്ട് ഒരു വീഡിയോ വരും. അങ്ങനെ ഒരു ന്യൂസ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഡെപ്തിൽ തന്നെ ചെയ്യാനുള്ള ന്യൂസ് റൈഡിങ്ങിനെ കുറിച്ചിട്ട്.
ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എനിക്ക്. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ വരുന്നത് ഇപ്പൊ ആദ്യം ടെക്നിക്കൽ അനാലിസിസിന്റെയാണ്. ഇപ്പൊ മാർക്കറ്റ് സ്ട്രക്ചർ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, മാർക്കറ്റ് സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ അത് ഫിനിഷ് കഴിഞ്ഞതിന് ശേഷം 1-2 വീഡിയോസും കൂടി ഉണ്ട്, അത് കഴിഞ്ഞാൽ വരും. ഓക്കെ, അപ്പൊ അനാലിസിസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഐ മീൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രീ മാർക്കറ്റ് അനാലിസിസിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം മാർക്കറ്റ് അതിനനുസരിച്ച് മൂവ് ചെയ്തിട്ടില്ല, ഒട്ടും മൂവ് ചെയ്തിട്ടില്ല മാർക്കറ്റ്. ആകെ മൂവ്മെന്റ് കിട്ടിയ ഇതാണ്, താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിന്ന് ഗ്രൂപ്പിൽ ഇട്ട ട്രേഡുകളെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാം. ഞാൻ വളരെ കുറച്ചൊന്ന് കണ്ടോളൂ, എന്ന് വെച്ചാൽ ആകെ 3 കാര്യം മാത്രമാണ് കണ്ടുള്ളൂ ഇതില്. 3 സ്നാപ്പ് മാത്രമേ കണ്ടുള്ളൂ. അതിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അഭിജിത്ത് ഉണ്ടോ അവിടെ? അഭിജിത്ത് ഇട്ടല്ലത്? ഇവിടെ എളുപ്പവഴി പറഞ്ഞുതരാം. ഇവിടെ ഇരിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞുതരാം, കുറച്ചുകൂടി എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഇതിനെ വരയ്ക്കുമ്പോൾ ഇതിനങ്ങനെ വരച്ച സമയത്ത് നിങ്ങൾ 1, 2 മനസ്സിലായോ അഭിജിത്ത്? എന്നിട്ട് ഇതുപോലെ തന്നെ ഇവിടെ ഒന്ന് ഇടുക, ഇവിടെ 2 ഇടുക, ബ്രേക്ക്. ഇനി വരുന്ന എവിടെയാണ്? ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ് വരിക. 3 എന്ന് പറഞ്ഞാൽ ഇതാണ് ടാർഗറ്റ് വരിക. അപ്പൊ 3ാമത്തെ പോയിന്റ് എവിടെയാണെന്നുള്ളത് വെയിറ്റ് ചെയ്തിരിക്കണം. ആക്ച്വലി അഭിജിത്ത് പറഞ്ഞു സ്പ്രെഡ് കാരണം ഹിറ്റ് ആവാത്താണെന്നുള്ളത്, അല്ലെ? സ്പ്രെഡ് കാരണം ഹിറ്റ് ആവാത്താണ്. ആക്ച്വലി ഇത് ഹിറ്റ് ആയിരുന്നു, പക്ഷെ സ്പ്രെഡിൽ കിട്ടിയില്ല എന്നുള്ളത്, അല്ലെ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, അല്ലെ? അഭിജിത്ത് ട്രേഡ് അല്ലത്? അഭിഷേക് അഭിജിത്ത് എടുത്ത് അഭിജിത്ത് എടുത്ത ട്രേഡ് അല്ലേ ഇപ്പൊ പറഞ്ഞ? അഭിജിത്ത് എന്താ പറഞ്ഞ? 3rd പോയിന്റ് ഇതാണ്. ആക്ച്വലി ഇതാണ് എൻട്രി പോയിന്റ് നമ്മളത്. ക്ലിയർ ആയോ? പക്ഷെ അത് അഭിജിത്ത് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇത് റോങ് ആണ്. ഇതാണ് എൻട്രി പോയിന്റ്. എന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്? സ്പ്രെഡ് കാരണം മിസ്സായി പോയത് കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇട്ടതാ. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് അഭിജിത്ത് ഓൾറെഡി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞത്. സ്പ്രെഡ് കാരണം മിസ്സായി. ഇത് സ്പ്രെഡ് മിസ്സാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ചെറിയ കറക്റ്റ് ആകുമ്പോൾ ടച്ച് ചെയ്തല്ലേ, അപ്പൊ പിക്ക് ചെയ്യില്ല, എക്സിക്യൂട്ട് ആവില്ല, ചെയ്യാതെ പോകും. അതിന് സന്ദർഭമുണ്ട്. പക്ഷെ ഈ ഒരു ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആയിരുന്നോ? ഇത്രയും സ്പ്രെഡിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര സംശയം. ട്രേഡ് എടുത്തിരുന്നോ അതോ വരച്ചു മാത്രം കേട്ടോ? അല്ല, ട്രേഡ് എടുത്തായിരുന്നു. എടുത്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്തായിരുന്നു മേളിലോട്ട്. ഓക്കെ, മേളിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെ? സ്പ്രെഡിനനുസരിച്ച് വെച്ചിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും പ്രോഫിറ്റ് ആയിട്ടുണ്ട് വർക്ക്. അപ്പോ ആൽവിൻ ചോദിച്ചതിനുള്ള ആൻസർ ഇവിടെ ഉണ്ട് കേട്ടോ. ആൽവിൻ ഇന്ന് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട് ആൻസർ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഏത് മിനിറ്റിലാണെന്നത്? 1 മിനിറ്റിലായിരുന്നല്ലേ? 1 മിനിറ്റിലായിരുന്നു. ഓക്കെ, എന്തായാലും നിന്നെ സമ്മതിച്ച് ട്രേഡ് എടുത്താണ്. ഇത്രയധികം മൂവ്മെന്റ് ഇടയിൽ പിക്ക് ചെയ്തല്ലോ. അല്ല, അത് നോക്കിയിരുന്ന കിട്ടും ആൽവീനെ. ഇത് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസിൽ ഒന്ന് പോയി കഴിഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് കാണുന്നത് അതിലാണ്. ഇപ്പൊ കിഷോർ ഇട്ടിട്ടുണ്ട്. എന്ത് കിഷോർ ഇട്ടത്? കിഷോർ ഇട്ട് 2 ഇട്ടിട്ടുണ്ട്. ഞാൻ 2 ഒരു തന്നെയാണ്, ഒന്ന് തന്നെയാണെന്ന് വിശ്വസിക്കുന്നത് ഞാൻ. അപ്പൊ അതുകൊണ്ട് 2ാമത്തെ പിക്ക് ചെയ്യുന്നുണ്ട്. സക്സസ് ആയത്. കിഷോർ ഇവിടെ ഇല്ലേ? കിഷോർ തന്നെയായിരുന്നോ ഇതിന് സെക്കൻഡ്? ഇത് 3rd പോയിന്റ് തന്നെയാണോ? 3rd പോയിന്റ് സാർ. അതിന്റെ മുമ്പത്തെ സ്ക്രീൻഷോട്ട് അത് 1 അവറിലുള്ളത്. അപ്പൊ ഞാൻ ക്ലിയർ ആയില്ല എന്ന് ഓർത്ത് ഒന്നുകൂടെ ഇട്ടതാണ്. മുന്നത്തേല് മുന്നത്തേല് 1 അവർ ചാർട്ടിൽ ക്ലിയർ ആയിട്ട് കാണാം സാർ. ഷോട്ടിലുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ? കറക്റ്റ് ആണ്. എന്റെ ബ്രേക്ക് ആവുന്നുണ്ടോ? എനിക്ക് മാത്രം തോന്നുന്നതാണോ? സാറിന് ഇടക്കിടക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? ഉണ്ട്, ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. നോക്കിയോളൂ, ഇപ്പൊ നോക്കിയേ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അത് ഇപ്പൊ ക്ലിയർ ആണോ? ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആണോ? ചാർട്ടിൽ പോകുമ്പോഴേ പ്രശ്നം തോന്നും. ഇത് ഇവിടെ ക്ലിയർ ആയിട്ട് അടുത്ത ട്രേഡ് കിട്ടിയിരിക്കുന്നു കേട്ടോ. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആൽവിൻ ചോദിച്ചതിനുള്ള മറുപടി പറയുന്നത്. ആൽവിൻ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്യുമ്പോൾ നിയറസ്റ്റ് സ്വിങ് അല്ലെങ്കിൽ നിയറസ്റ്റ് സപ്പോർട്ടിലേക്ക് വെച്ചിട്ട് സേഫ് ആയിട്ട് ഇറങ്ങി പോകുന്നിരിക്കുകയാണ്. നമ്മൾ യൂഷ്വലി പറയുന്നത് എന്താണ്? ഇവിടുന്ന് ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടുന്ന് ഒരു ട്രേഡ് കിട്ടിയെങ്കിൽ അതിന്റെ ഇതെവിടെ വെക്കേണ്ടത്? നിയറസ്റ്റ് സ്വിങ് അതേ ടൈം ഫ്രെയിമിലെ നിയറസ്റ്റ് സ്വിങ്ങിലാണ് വെക്കേണ്ടത്, അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇതാണ് നിയറസ്റ്റ് സ്വിങ്, ഇതിലാണ് വെക്കേണ്ടത്. പക്ഷെ
ഇപ്പൊ ചെറിയ ടൈം ഫ്രെയിം ഒക്കെ മൾട്ടിപ്പിൾ ഇപ്പൊ 1 അവറിലാണ് വന്നിട്ട് അവിടെ ഹിറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മിനിറ്റിൽ എന്തായിരിക്കും അല്ലെങ്കിൽ 5 മിനിറ്റിൽ എന്തായിരിക്കും അടുത്ത് കാണേണ്ട നിയറസ്റ്റ് സിംഗിലേക്ക് വെച്ചിട്ടാണ് അത് ഇറങ്ങി പോന്നിരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ ചെയ്തിരിക്കുന്നത് കിഷോർ? അങ്ങനെ തന്നെയാണോ? അതെ സാറേ. പിന്നെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ടായിരുന്നു, അപ്പൊ ഞാൻ അവിടെ എക്സിറ്റ് ചെയ്യാൻ ഓർത്ത് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചത്. ഓക്കെ, കണ്ടോ ആൽവിൻ അഡീഷണൽ പോയിന്റ്സുകൾ വരുന്നുണ്ടോ? ടിപ്പുകൾ വരുന്നുണ്ടോ? അതെ, ടിപ്പുകൾ വരുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതില്. ഇതാണ് ഞാൻ ടിപ്പുകൾ കുറെ വരാനുണ്ട് എന്ന് പറഞ്ഞത് ഇതിനെ കുറിച്ചിട്ട്.